നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഏബിൾ വില്ലേജിലാണ്. 6 ഏക്കറിൽ ചെയ്തെടുത്താണ് ഇത്. നമ്മുടെ പാറയും കുന്നൊക്കെ നിരപ്പാക്കിയിട്ട് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അവരാക്കിയിട്ടുള്ളത്. ചെറിയൊരു കുന്നൊക്കെ കയറിയിട്ടുണ്ട് നമ്മുടെ എൻട്രൻസിൽ തന്നെ എത്തേണ്ടത്. എൻട്രൻസ് തന്നെ പാറേന്റെ മേലെ ഇവർ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടാണ് അടിപൊളി ആക്കിയിട്ടുള്ളത്. അവിടെ തന്നെ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് 10 വയസ്സിന്റെ താഴെയുള്ള കുട്ടിക്ക് 100 രൂപ, അതിന്റെ മേലെയുള്ള ആൾക്ക് 200 രൂപയാണ് വരുന്നത്. അതിനുള്ള കയറിയ പാടന്നെ നമ്മുടെ പച്ചക്കറി തോട്ടവും പൂന്തോട്ടം ഒക്കെ ആയിട്ടുള്ളത്. ഒരുപാട് നടന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് കാണാനുള്ളത്. അപ്പൊ മുട്ടുവേനലിലൊക്കെ ആള് വന്നു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് പെറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പെറ്റ്സിനെയും കണ്ട് അണ്ടർവാട്ടർ ടണലിലും കയറി നമ്മളിപ്പം നേരെ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ സ്പെഷ്യലായ അഡ്വഞ്ചർ കേവിലേക്കാണ്. ശരിക്കും നല്ല അഡ്വഞ്ചർ ആണ് ഇത്. നിങ്ങൾ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ആണ്, എന്നാൽ അതിന്റെ ഒരു ത്രില്ല് ഉണ്ടാവും. ഇത് കണ്ട കേവിനുള്ളത് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് നല്ല അടിപൊളി നേച്ചർ ബ്യൂട്ടി ആണ്. ഇതാണ് അഡ്വഞ്ചർ ഫാം. പിന്നെ വരുന്നത് ഫാമാണ്. നടന്ന് ടയർഡ് ആയിരിക്കും. ഇവിടെ സ്റ്റാൾസ് ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് എന്തൊക്കെ തണുത്ത ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാട്ടോ. പിന്നെ ഇവിടെ വലിയൊരു ബാഹുബലിയുടെ പ്രതിമയുണ്ട്. ക്യാമൽ സഫാരിയും ഹോഴ്സ് റൈഡിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിൽഡ്രൻസിന് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടോ നമ്മളെ പോലെ. ഇവിടെ പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പാർക്കിലോട്ട് കയറാൻ വേണ്ടിട്ട് എക്സ്ട്രാ റേറ്റ് ആണ്. പെർ പേഴ്സൺ 100 രൂപ കേട്ടോ. സമയത്തിന് ശേഷം നമ്മളെ കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാർക്കിലെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇവിടുന്ന് തന്നെ ഫാം ചെയ്യുന്ന കുറച്ച് പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഹോളിഡേയ്സ് ഒക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാട്ടോ ഇത്. അപ്പൊ എല്ലാവരോടും പോയി എൻജോയ് ചെയ്യാം. നമ്മളും എൻജോയ് ചെയ്തു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.